യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹം ലഭിക്കുവാൻ ദൈവം പറയുന്ന ഒരു വ്യവസ്ഥയുണ്ട്, ഒരു കണ്ടീഷനുണ്ട്. അതാ നാം ഇന്ന് ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നാം അനുഭവിക്കുവാൻ നമ്മെ എപ്രകാരം സഹായിക്കുമെന്ന വചനഭാവമാണ് ധ്യാനിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 33-34 വാക്യങ്ങൾ. അത് ഇപ്രകാരമാണ്: നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഓർക്കുക പ്രിയമുള്ളവർ, ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുമ്പോൾ, ദൈവകൽപ്പനകൾ നാം അനുസരിക്കുമ്പോൾ, കർത്താവിൻ്റെ വാഗ്ദാനം ഇതാണ്, കർത്താവിൻ്റെ വാഗ്ദത്തം ഇതാണ്, ബാക്കിയെല്ലാം ദൈവം നമുക്ക് തരും. അപ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി നാം അധ്വാനിക്കുമ്പോൾ, ദൈവം പറയുന്നത് കേൾക്കുമ്പോൾ, ബാക്കിയെല്ലാം കർത്താവ് നമുക്ക് തരുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മത്തായി എഴുതിയ സുവിശേഷം 6:34 പറയുന്നു, വീണ്ടും കർത്താവ് പറയുന്നൊരു വ്യവസ്ഥയുണ്ട്: നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്, നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. ഇത്ര മനോഹരമായിട്ട് കർത്താവ് പറയുക, നാളെക്കുറിച്ച് ചിന്തിക്കേണ്ട, നീ ഇന്ന് ജീവിക്ക്. ഇന്നത്തെ ഉത്കണ്ഠ, ആകുലത ആ ദിവസം സമർപ്പിക്കുക. നാളത്തെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയാതെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയും ദൈവം അതെല്ലാം ക്രമപ്പെടുത്തുന്ന ബോധ്യത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തെല്ലാം ഈ ദിവസം വലിയ അനുഗ്രഹമായി മാറും. എങ്കിൽ ഈ അനുഗ്രഹവും ഈ ദൈവം തന്ന സന്തോഷവും എടുത്തു മാറ്റുന്ന ഉത്കണ്ഠയും എല്ലാ അവസ്ഥകളും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവാഗ്ദാന പേടമച്ചൻ പിടിച്ചിരിക്കുന്നു, സമർപ്പിച്ചോളൂ. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. അൾത്താരയുടെ യോഗ്യതയാൽ, അർപ്പിക്കപ്പെട്ട ബലിയുടെ യോഗ്യതയാൽ എല്ലാം കർത്താവ് ക്രമപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഉത്കണ്ഠകളെല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ ദിവസം കർത്താവ് നിങ്ങൾക്കൊണ്ടൊരുക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.